ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എപ്പോഴും മാസീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ വലിയ സംഭവമാണ്. എന്നാൽ നിങ്ങൾ കേട്ടോ, ശരിയാ, ഞാൻ ഒരു സംഭവമാണ്. ബട്ട് എല്ലാം തികഞ്ഞാൽ ആരുമില്ല. എല്ലാവർക്കും എന്തെങ്കിലും പ്ലസ് പോയിന്റും മൈനസ് പോയിന്റും ഒക്കെ കാണും. എൻ്റെ വീഡിയോയിലുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ്. എന്നാൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാമോ? സിറ്റിയിൽ ഞാൻ കാട്ടിക്കൂട്ടുന്ന ചില വിചിത്രമായ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിൻ്റെയൊക്കെ തുടക്കം ഇവിടുന്ന 100K വ്യൂവേഴ്സൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന റോസ്റ്റിംഗ് ചാനൽ ഒരു ഗെയിമിംഗ് സാമ്രാജ്യം ഉണ്ടാക്കാൻ ഞാൻ തുനിഞ്ഞിറങ്ങി. ഇപ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥ. ഇത്രയും മാസ് കാണിച്ചിറക്കിയ SFTC ഫാക്ഷൻ IGയിൽ താൽക്കാലികമായി നിർത്തലാക്കി. മാസ് കാണിച്ച് മിസ്റ്റർ ടോമിനെ കൊന്നതാ. അഡ്മിൻസ് ഡയറക്റ്റ് പിടിച്ച് ജയിലിലിട്ടു. IGയിൽ കാര്യമായി നോക്കാമെന്ന് വിചാരിച്ച കുട്ടിയാണെങ്കിൽ മാരേജ് കഴിഞ്ഞതാണെന്ന്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. IGയിലുള്ള പകുതി വള്ളികളും എന്റെ തലയിലാണ് വന്ന് വീഴാറ്. നിങ്ങൾ ഓരോ ദിവസവും പുതിയ ആൾക്കാരെ കണ്ടുമുട്ടുന്നത് തന്നെ പള്ളിപ്പെരുന്നാളിനോ പാർട്ടിക്കോ ഒക്കെ ആയിരിക്കും. എന്നാൽ ഇവിടെ എന്നെ കണ്ടുമുട്ടുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള സ്റ്റേജിലാണ്. ഒക്കെ പോട്ടെ, ചിരിക്കരുതൊരു കാര്യം പറഞ്ഞാൽ. ഒരു ദിവസം SFTC മാനേജറായി IGയിൽ നിൽക്കുന്ന സമയത്ത് സ്റ്റാൻഡിലൊരുത്തം വന്ന് ഭയങ്കര മെസ്സ്. ഗണ്ണില്ല അവൻ്റെ കയ്യിൽ. അവൻ റോബ് കിട്ടിട്ട് റോബ് ചെയ്യാൻ ട്രൈ ചെയ്തു. ഞാനാണെങ്കിൽ ഫിയർ കാണിച്ചില്ല. കയ്യിൽ ഗണ്ണൊക്കെ ഉണ്ടല്ലോ, കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവനാണ് ഞാൻ എന്നൊക്കെ വിചാരിച്ച് അവിടെ തന്നെ ഇരുന്ന് നെഞ്ചും വിരിച്ചിരുന്ന് എന്നെ അവൻ ചവിട്ടിക്കൊന്നു. ഇജാതി ആറ്റിറ്റ്യൂഡ് നടക്കണ എനിക്കിതൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. മാസ്റ്ററിന് ഒരു കമ്മ്യൂണിക്കേഷൻ ഷോപ്പുണ്ട്. അതുകൊണ്ട് വെച്ചേക്കുന്ന സ്ഥലം കണ്ടോ? എങ്ങനെ ഡെലിവറി ചെയ്യാനാ? എന്നാലും ഞങ്ങൾ ഒരുമിച്ചാൽ പിന്നെ അവിടെ ഹൈ ലെവൽ ചിന്താഗതിയാണ്. ആറ്റുനോറ്റ് കുറെ കാലമായി ഒരു ഷോപ്പ് റോബ് ചെയ്യണമെന്ന് നന്ദുക്കുട്ടൻ പറയുന്നു. നന്ദു ആരാണെന്ന് മനസ്സിലായില്ലെങ്കിൽ എൻ്റെ അടുത്തൊരു സുഹൃത്താണ്. ഞാൻ IGയിൽ ഷോയും കാണിച്ച് നടക്കുക അല്ലാണ്ട് പണിക്കൊന്നും പോകില്ല. എനിക്ക് ഫുഡ് വാങ്ങാൻ മാത്രം ക്യാഷ് മതി. ഡാസ്മർ, ലോലൻ, നന്ദു ഇവരൊക്കെയാണ് എൻ്റെ ചെലവുകൾ നോക്കുന്നത്. ഇനി വിഷയത്തിലോട്ട് വരാം. രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ റോബ് ചെയ്യാൻ പോയി. രാവിലെ തൊട്ട് ഷോപ്പിന്റെ ഉള്ളിൽ കയറി കുത്തിരിക്കുക. PD ഇപ്പോൾ ഹോൾഡ് മാറ്റുമെന്ന് വിചാരിച്ച്. എവിടെ പാട്ടും കേട്ട് അവിടെ ഇരുന്നതല്ലാണ്ട് ഞങ്ങൾക്ക് ഉച്ചയായിട്ടും റോബ് ചെയ്യാൻ പറ്റിയില്ല. ഇനി വേറൊന്ന് പറയാം. ഒരു ദിവസം നടക്കാൻ വയ്യാത്തോണ്ട് ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. ലിഫ്റ്റ് കിട്ടി. നന്നായി പൊക്കോണ്ടിരിക്കെ വേറെ ഒരു വണ്ടിക്കാരൻ വന്ന് ഞങ്ങളുടെ വണ്ടിയിൽ ഇടിച്ചു. പ്രശ്നമായി. എൻ്റെ കൂടെ ഉള്ള ആൾ വണ്ടി ഇടിച്ചവൻ്റെ വണ്ടിയിൽ ഫയർ ചെയ്തു. മറ്റേ വണ്ടിക്കാരൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഇവനെ അടിച്ചിട്ടു. എൻ്റെ കൂടെയുള്ളവനെ ഡൗൺ ആക്കിയത് കൊണ്ട് ഞാൻ മറ്റവനെ ഡൗൺ ആക്കി. ആൾക്കാർ കൂടി. വെറുതെ പോയ വള്ളി അങ്ങനെ എൻ്റെ തലയിലായി. എനിക്ക് മാത്രമാണോ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. കാരണം വേറെ ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. SFTC ഫാക്ഷൻ ഉണ്ടായിരുന്നപ്പോൾ ജനറൽ ചാറ്റ് വഴി ഒരുത്തൻ ടാക്സി കോൾ ചെയ്തു. കോൾ ആക്സെപ്റ്റ് ആക്കാൻ ആരുമില്ലാത്ത കാരണം ഞാനാണ് ആ ഡ്യൂട്ടി എടുത്തത്. HPയിലുള്ള ആളെ പിക്ക് ആക്കാൻ വേണ്ടി ഞാൻ ചില്ലിയാടിൽ നിന്നും ഡാസ്പറിന്റെ കൂടെ HPയിലോട്ട് പോയി. ഇതിനിടയ്ക്ക് പാസഞ്ചർ ജനറൽ ചാറ്റ് വഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ടാക്സിക്കാരൻ എന്നെ നേരായ സമയത്ത് കൊണ്ട് എത്തിക്കൂ എന്നൊക്കെ. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ HPയിൽ കിടക്കുന്ന ഒരു ഹെലികോപ്റ്റർ ടൂൾ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് പാസഞ്ചറിനെയും കയറ്റി സഞ്ചരിക്കാൻ തുടങ്ങി. അവനെ കറക്റ്റ് സമയത്ത് എത്തിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ വിചാരിക്കും ഞാൻ അവനെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചെന്ന്. ശരിയാ, അവന് ഞാനും എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് ഞാൻ കത്തിപ്പോയായിരുന്നു. കയറി വന്നപ്പോൾ ഹെലികോപ്റ്റർ ഓടിക്കാൻ ആരുമില്ലാത്തത് കാരണം വണ്ടി താഴെ വീണ് പൊട്ടിത്തെറിച്ചു. ഞാൻ എയറിൽ സ്പോൺ ആയതുകൊണ്ട് സ്പോട്ടിൽ നിലത്ത് വീണ് ഡെഡായി. കലികാലം. നമ്മളുടെ ഡാസ്മറിന് ഒരു കുട്ടിയെ ഇഷ്ടമാണ്. അവരുടെ മുന്നിൽ ഒന്ന് പൊക്കി സെറ്റാക്കി കൊടുക്കാൻ പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ തന്നു. പിന്നെ എന്താ ഉണ്ടായെന്ന് ദൈവത്തിനറിയാം. ആദ്യമായി നമ്മുടെ മാസ്റ്റർ പീറ്റർ. സുൽത്താൻ ഒരു ഹെവി ഡ്രൈവർ തന്നെ അല്ലേ? ഞാൻ നല്ല പയ്യനാ. മാസ്റ്റർ ഉണ്ണിക്കണ്ണനാ. സ്റ്റൈലും ചിരിയാ. ഒക്കെ പിന്നെ സീനില്ല. അവൾക്ക് ഡൗട്ട് അടിക്കത്തില്ലെന്ന് വിശ്വസിക്കാം. ബട്ട് ഇനിയൊരു ഐറ്റം ഉണ്ട് മോനെ. ലേ നന്ദു അപ്പോഴാ HSC വന്നേ. ആ കുട്ടി ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഡാസ്മറിന്റെ ചിക്കാണെന്ന്. ഒന്ന് ഇച്ചിരി സ്റ്റാൻഡേർഡ് ഇട്ട് കൊടുക്കണം ഡാസ്മറിനെ എന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് ലേ നന്ദു സിസ്, ഇവൻ ഫ്രണ്ട് ആയത് നല്ല കാര്യമാണ്. ഇതിൽ ഏറ്റവും പാവം ഇവനാണ്. ലോയാലിറ്റിയാണ് മെയിൻ. അങ്ങനെ അതിന്റെ കാര്യം തീരുമാനമായി. നിന്റെ മറ്റു വർക്കുകളൊക്കെ ഗംഭീരായിരുന്നു. മറ്റേ പോപ്പിന്റെ കൂടെയുള്ള സെൽഫിയിലെ പോത്തെ അവന്മാര് പോങ്ങന്മാരായതുകൊണ്ട് വിശ്വസിച്ചു. ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കോടാ. ഇനി ഞാൻ ഉരിയൽപ്പം ചെയ്യൂല. ഇനിയാണ് ആ മഹാസംഭവം നടക്കുന്നത്. അത് പറയുന്നതിന് മുന്നേ മാസ്റ്ററും പിള്ളേരും പുതുതായി ലോഞ്ച് ചെയ്ത സെർവറുണ്ട്. കളിച്ചു നോക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയോ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. എന്റെ പേര് പറഞ്ഞാൽ മതി, മാസ്റ്റർ എന്തെങ്കിലുമൊക്കെ തരും. ഓക്കെ, ബാക്ക് ടു ദ സ്റ്റോറി. സിറ്റിയിൽ നന്ദു പോലീസായിട്ട് ജോബ് എടുത്തു. അവന് ഇച്ചിരി പണി ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ച് പൈററ്റ് ജോബ് ചെയ്ത് ഞാൻ വാണ്ടഡ് ഉണ്ടാക്കി. ഇതേ സമയം നന്ദു കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് TRTക്ക് കോൺട്രാക്ട് കൊടുത്തു എന്നെ കൊല്ലാൻ. ഉള്ള കുരിശൊന്നും പോരാത്തോണ്ടാണോ ഈ പൊന്നും കുരിശും കൂടി. പിന്നീട് അങ്ങോട്ട് വൻ
യുദ്ധമായിരുന്നു. പുറത്തിറങ്ങിയ ടെററിസ്റ്റ്, വെള്ളത്തിലിറങ്ങിയ പോലീസ്, പിന്നെ രണ്ടും കൽപ്പിച്ച് യുദ്ധം അങ്ങ് സാൻഫാരിയോ ഓഷ്യനിൽ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. ട്വിറ്റർ ചാറ്റ് വഴി കൊല്ലാനുള്ളവർ വെള്ളത്തിലോട്ട് വരാൻ ഞാൻ വിളിച്ചു പറഞ്ഞു. എന്തായാലും വാണ്ടിഡ് വന്നു, എന്നാ പൈലറ്റ് ജോബ് ചെയ്യാമെന്ന് വിചാരിച്ചു. പൈലറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹെലികോപ്റ്റർ വഴി ആരോ ഷിപ്പിന് മുകളിൽ വന്നിറങ്ങി. പിന്നീട് അങ്ങോട്ട് വന്നിറങ്ങിയ അബ്രഹാം എന്ന വ്യക്തി എന്നെ പണിയെടുക്കാൻ സമ്മതിക്കുന്നില്ല. ഷിപ്പിൽ നിന്നും തലങ്ങും വിലങ്ങും ഫയർ ചെയ്യുന്നു. 5 പ്രാവശ്യം സഞ്ചരിക്കുന്ന ബോട്ട് ഡാമേജ് ആയി. എന്നാലും ഞാൻ പിടിച്ചു നിന്നു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഷിപ്പിലോട്ട് ഞാനും കയറി ചെന്നു. അവനെ തപ്പി നടന്നു. ഒടുവിൽ അവൻ എന്റെ കൺമുന്നിൽ പെട്ടു. ചൊറിഞ്ഞു വന്ന ഞാൻ അവനെ ദാരുണമായി കൊലപ്പെടുത്തി. അവൻ വീണ്ടും ഹെലിയിൽ വന്നിറങ്ങി. ബട്ട് ഇപ്രാവശ്യം ഞാൻ കാണുന്നതിന് മുന്നേ അവൻ എന്നെ കണ്ടു, എന്നെ കൊന്നു. വീണ്ടും മൂഞ്ചി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് TRT ആയിരുന്നെന്ന്. ഡെഡായി HP-യിൽ എത്തി ഞാൻ. ലോലനെ കണ്ടു. കുറച്ചു നേരം ലോലനായിട്ട് സംസാരിച്ചിരുന്നു. എനിക്കിതൊന്നും ഒരു പുത്തരിയല്ലാത്തതുകൊണ്ട് നേരെ മാസ്റ്ററിനെ കാണാൻ വിട്ടു. മാസ്റ്ററിന്റെ പ്രാക്ടീസും കണ്ട് അവിടെ ഇരുന്നു. ഇനി പോലീസ് എന്നെ തപ്പി നടക്കുക. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന 100% കോൺഫിഡൻസിൽ ഞാൻ ഇപ്പോഴും ഒരു സംഭവമായി അവിടെ നിൽക്കുന്നു. താൻ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവ